ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് സീരീസ് എല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്രിസ്മസ് സീരീസിലൂടെ കണ്ടു കഴിഞ്ഞു. പിന്നെന്താ പറയണ്ടേ, ഇപ്പോൾ ക്രിസ്മസ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. കുറേയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റി. നമ്മുടെ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടെല്ലാം എത്രത്തോളം പറ്റുമോ അത്രയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും കേക്ക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേ കേക്ക്സ് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയമില്ല. എങ്കിലും കുറച്ച് കേക്ക്സൊക്കെ കാണിക്കണം എന്നുള്ളത്. അതിൽ ചിലതെല്ലാം നമ്മൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട എനിക്ക് തോന്നി അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും തോന്നിയ ഒരു കാര്യമാണ് മാർബിൾ കേക്ക്. അപ്പോൾ മാർബിൾ കേക്ക് എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ എൻ്റെ ഫസ്റ്റ് ബുക്ക്, എൻ്റെ റെസിപ്പി ബുക്കിൽ മാജിക് അവൻ പാചക വിധികൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ മോർ ദാൻ 15 years ഓൾഡ് റെസിപ്പിയാണ്. 15-16 വർഷം മുന്നേ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ബുക്സ് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ മാർബിൾ കേക്ക് കണ്ടു. ഓക്കെ, എന്നാൽ പിന്നെ മാർബിൾ കേക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. പക്ഷേ ഈ ഒരു മാർബിൾ കേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ മാർബിൾ കേക്ക് എന്ന് പറഞ്ഞാൽ നോർമലി എപ്പോഴും കാണുന്നത് വാനില ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷനിൽ ഒരു മാർബിൾ ഫിനിഷോടുകൂടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കേക്കാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ, അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് 3 കളറിലെ കാര്യങ്ങൾ ചേർന്ന് വരുന്ന മാർബിൾ കേക്ക്, സ്ട്രോബെറി, ചോക്ലേറ്റ് ആൻഡ് വാനില കളർ. അപ്പോൾ 3 കളർ ട്രൈ കളർ മാർബിൾ കേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കൂടുതലായിരിക്കും, മാവ് കാര്യങ്ങളെല്ലാം കൂടുതലാണ് എടുക്കുന്നത്. പിന്നെ ഈ എന്താ പറയുക, മാർബിൾ കേക്ക് ഒരു ഡിസൈനാണ്. പിന്നെ സീബ്ര കേക്ക് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഡിസൈനാണ്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ മാവ് ഒഴിക്കുന്നതിൻ്റെ ഇത് ഒഴിക്കും, ഒരു കളറിൻ്റെ മേളിൽ വേറൊരു കളർ ഒഴിക്കും, പിന്നെ വീണ്ടും ഓൾട്ടർനേറ്റ് ചെയ്തിങ്ങനെ കളർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒഴിച്ചൊഴിച്ച് വരുമ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് മാറും. ഓൾട്ടർനേറ്റ് കളറിലെ സർക്കിൾസ് അതിനെ ഫൈനലി ബേക്ക് ചെയ്ത് വരുമ്പോൾ അതൊരു സീബ്രയുടെ ഡിസൈനാവും. കട്ട് ചെയ്യുമ്പോൾ നല്ല സീബ്രയുടെ നേരത്തെ വരാൻ മാതിരിയായിരിക്കും. പക്ഷേ ഇതല്ല, ഇത് മാർബിൾ ഡിസൈനാണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു മാർബിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇതിലിപ്പോൾ മധുരത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ പഴയ റെസിപ്പിയിലാണെങ്കിൽ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി മധുരമാകാം, അതുകൊണ്ടൊരു 1.25-2 കപ്പോ ആകാം. കാര്യം 2.25 കപ്പ് മൈദ മാവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1 കപ്പും 1.25 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ പൊടിച്ച പഞ്ചസാര. ഞാനിപ്പോൾ 2 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1.25 കപ്പ് എന്ന് പറയാം. ഓക്കെ, 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. വെണ്ണയും ഇതിൽ കൂടുതലാണ് ചേർക്കുന്നത്, 250 ഗ്രാം വെണ്ണ ചേർക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ പാകം മുറ വൃത്തികേടാകാതിരിക്കാനായിട്ട് ബേക്കിങ്ങിൻ്റെ സമയത്ത് ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ യൂസ്ഫുള്ളുമാണ്. ഓക്കെ, പേപ്പർ ഇടാം, ബട്ടർ പേപ്പർ ഓർ ന്യൂസ് പേപ്പർ. ആ സമയത്ത് ഞാനൊരു വലിയൊരു കേക്ക് ടിന്നിൽ തന്നെ ഉണ്ടാക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സ്പ്രിംഗ് ഫോം പാനിൽ തന്നെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കില്ല, അത് കുറേ വർഷം മുന്നേ അല്ലേ. പക്ഷേ നല്ലൊരു വലിപ്പമുള്ളൊരു കേക്കാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈദ മാവ് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. ആദ്യം 1 കപ്പ് എടുത്തു, വീണ്ടും ഞാൻ മെഷർ ചെയ്യാൻ പോണു. കുറച്ച് എക്സസ് ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും. അമർത്തി എടുക്കുകയും ചെയ്ത് ലൂസായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ 2.25 നമുക്ക് വേണ്ടത്. ഇപ്പോൾ 2 കപ്പ് എടുത്തല്ലോ, ഇനി ഒരു 1/4 കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റ് കൂടി എടുക്കും. അങ്ങനെ 1/4 കപ്പ്, അങ്ങനെ 2.25 കപ്പ് മൈദ മാവ്. അത് മാത്രമേ മെഷർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് മെഷർ ചെയ്തു. എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് തൽക്കാലം ഇതിനകത്ത് തിരിച്ചിടാം. ഇനി കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യണ്ടേ, അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ കേക്ക് ടിൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇച്ചിരി അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു കേക്കാണ്, വലിപ്പം കൂടുതലായിരിക്കും. ഒരു 1.5 കപ്പ് മാവ് വരെ ആണെങ്കിൽ നമുക്കൊരു 7 ഇഞ്ച് പാനിൽ ആകാം ടിന്ന്. പിന്നെ 2 കപ്പ് മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്ന് തന്നെ വേണം. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ സൈസ്. പക്ഷേ ഇത് അതിലും കൂടുതലുണ്ട്. 2.25 കപ്പ് മൈദയുണ്ട്, കൂടാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇതിനകത്ത് നമ്മൾ ചേർക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത് 9 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. അപ്പോൾ 9 ഇഞ്ച് പാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനിത് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് 8 വേണോ 9 വേണോ എന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കും. അപ്പോൾ എന്തായാലും 2 ടിന്നും തയ്യാറാക്കി വയ്ക്കാം. ഇത് നോക്കൂ, ഞാൻ എല്ലാ സമയം കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ കട്ട് ചെയ്ത അളവെടുത്ത് കട്ട് ചെയ്തൊക്കെ വയ്ക്കും. അങ്ങനെ വരുമ്പോൾ എളുപ്പമാണല്ലോ.
അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു കാര്യം കൂടി ചെയ്യാം. ധാരാളം ബെസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടാവും. ഒരു ഏപ്രിൻ കിട്ടാം അല്ലേ? സാധാരണ വീട്ടിലൊക്കെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബേക്കിംഗ് ടൈമിലൊക്കെ ഇച്ചിരി ഒത്തിരി ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഏപ്രിൻ കിട്ടുന്നത് നല്ലതായിരിക്കും, ഡ്രസ്സ് ചീത്താകാണ്ടിരിക്കും. പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു സേഫ്റ്റിക്ക് തൽക്കാലം ഞാൻ കിട്ടാൻ തീരുമാനം. അങ്ങനെ നമ്മൾ ഏപ്രിനൊക്കെ കെട്ടി ഞാൻ തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളുടെ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ, 2 ഇപ്പോൾ ഏതിലാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം 2 ടിന്നും ഓയിൽ ചെയ്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എണ്ണ ഒഴിച്ചല്ലോ, ഇനി ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. വേറെ കാര്യമൊന്നുമില്ല. ഇതിന് നമ്മൾ സൈഡിൽ പേപ്പർ ഇടില്ല കേട്ടോ. ഇതിലിനി ഈ എണ്ണയുടെ മുകളിൽ ഇച്ചിരി മൈദ മാവ് ഡസ്റ്റ് ചെയ്യും. ഞാൻ 2 ടിന്ന് എടുക്കുന്നേ ഉള്ളൂ, ഇതിലൊരു ടിന്നേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താഴെ ബേസ് ബട്ടർ പേപ്പർ ഇങ്ങനെ ഇടുന്നു, ഇട്ടു. ഇനി ഇതിലേക്ക് മൈദ മാവ് സൈഡ്സിൽ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ആക്കുമ്പോൾ അതിലിങ്ങനെ പറ്റിപ്പിടിക്കും. ഓക്കെ, എണ്ണയോ വെണ്ണയോ ആണ് തേക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എണ്ണ തേച്ചു. ഇനി എക്സസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ തട്ടിക്കളയാം. അപ്പോൾ കേക്ക് ടിൻ ഇങ്ങനെയാണ് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഈ രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് ടിന്നും ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയല്ലോ. ഇനി എക്സസ് ഉള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനാണ് പ്രിപ്പയറിങ് ദ കേക്ക് ടിൻ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് തന്നെ എപ്പോഴും ചെയ്യണം എന്നില്ല. നമ്മളിപ്പോൾ ചെയ്ത പോലെ പ്രിപ്പയറിങ് ദ കേക്ക് ടിൻ ഇങ്ങനെയല്ല. അവിടെ എല്ലാം സ്പ്രേ പോലൊരു കാര്യം വാങ്ങാൻ കിട്ടും, കേക്ക് റിലീസ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് റിലീസ് ചെയ്ത് കിട്ടും, ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അതും ഒരു മെത്തേഡ്. പക്ഷെ നമുക്ക് ഈ നാടൻ മെത്തേഡ് തന്നെ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങിയാലോ? ഒരു കേക്കിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചേരുവകളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, മെഷർമെൻറ്റ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റെപ്സൊക്കെ നമ്മൾ അതേ ഇത് ഞാനിപ്പോൾ എന്താണോ നിങ്ങൾക്കൊരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ആ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാം ഒരുപോലെ ആ സ്റ്റെപ്സ് സെയിം ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. പാലാണെങ്കിലും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, മുട്ടയാണെങ്കിലും അങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാണ് പ്രധാനം. പിന്നെ വരുന്നത് മൈദയും ബേക്കിംഗ് പൗഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഇടഞ്ഞ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് പൗഡറും മൈദ മാവും കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കണം. അതാണ് അടുത്ത കാര്യം. ഇതിലിപ്പോൾ ഇതൊരു ഹെവി കേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതാണ്. കേക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേക്കിന് ഡിഫറെൻറ്റ് രീതിയാണ്, പല പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ 2.25 കപ്പ് മൈദ മാവിന് ഞാനൊരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. കാര്യം ഇതിൽ ഇനി നമ്മൾ എന്താ പറയുക 3 മുട്ട ചേരുന്നുണ്ട്, പിന്നെ പഞ്ചസാരയുണ്ട്, പിന്നെ കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ 3 ടീസ്പൂണാണ്. ടീസ്പൂൺ ചെറിയ സ്പൂണിന് 3 സ്പൂൺ. ഇത് നോക്കിക്കോളൂ. 1 2 അങ്ങനെ 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കും. ഇനി നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ചേർക്കാം. ഒരു നുള്ളു മാത്രം മതി. ഫസ്റ്റ് മിക്സിങ് സ്പൂൺ വെച്ചിട്ട് പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം അരിപ്പയിലൂടെ ഇടഞ്ഞാൽ വളരെ വളരെ നല്ലതാണ്. അതിങ്ങനെ അങ്ങനെ ചെയ്യണം, അതാണ് നല്ലത്. ഓക്കെ, ഇനി ഞാൻ ഇടയാൻ പോവാണേ. ഒരു അരിപ്പയിൽ കൂടി ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം ഇച്ചിരി ഹൈറ്റിൽ നിന്നും ഇടഞ്ഞിടുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ടൊരു ഏറിയേഷൻ കിട്ടാനായിട്ട് നല്ലതാണ്. ഒരു ബാറ്റർ കുറച്ച് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഈ രീതിയിലെല്ലാം ചെയ്തത് ഒരു പ്രാവശ്യമായി. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി. നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന ബട്ടർ പേപ്പറിന് എന്തെല്ലാം ഉപയോഗമാണെന്ന് മനസ്സിലായില്ല അല്ലേ? ഭയങ്കര യൂസ്ഫുൾ അല്ലേ? ഇങ്ങനെ ഇടയാനും ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ പാദമൃതം വൃത്തിയിടാകാതിരിക്കും. ഈ രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിങ്ങനെ ഇടയാം. 2, 3, 4
ഇങ്ങനെ അത് നല്ല ഹൈറ്റിൽ നിന്നാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ പേപ്പറിലാണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരുപാട് പുറത്തേക്ക് പോകാണ്ട് സ്പ്രെഡ് ആവാതെ നമുക്ക് കിട്ടും. പിന്നെ പാറിപ്പറന്ന് നടക്കില്ല. ഓക്കേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഈ സൈസിലൊക്കെ ഉള്ളൊരു അരിപ്പ, പിന്നെന്താ കുറേ ബട്ടർ പേപ്പർ, കുറേ ബൗൾസ്, ഗ്ലാസ് ബൗൾസ് ആണെങ്കിലും നല്ലതാണ്. ഇതൊക്കെ വേണമെന്ന് നിർബന്ധമില്ല. ഇത് കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി ഞാനത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. സ്റ്റീലിൻ്റെ വലിയ വലിയ ബേസിനാണെങ്കിലും നല്ലതാണ്, കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനും ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം. ഓക്കെ, മനസ്സിലായില്ല. ഇങ്ങനെ ഈ നമ്മൾ ബീറ്റിംഗ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ബേസിനിൽ ചെയ്യാം, അത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് കഴിഞ്ഞു. ഇനി ബേക്കിങ്ങിൻ്റെ ആവശ്യം എന്ത്? കേക്കിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു കേക്ക് ബേക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം എന്താണ്, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഇലക്ട്രിക് അവൻ ആണെങ്കിലും മൈക്രോവേവ് കൺവെക്ഷൻ ആണെങ്കിലും കുക്കറാണെങ്കിലും പാനാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാൻ OTGയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ OTGയിൽ ഒരു ഫാനുള്ള മോഡാണ്. മേളിലത്തെയും താഴത്തെയും കോയിൽ, അത് മേളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുന്ന മോഡ് പ്ലസ് ഫാൻ അതും കൂടി ചേർന്ന് വരുന്ന മോഡിലേക്ക് വെച്ചു. 200 ആണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. 15 മിനിറ്റ് പ്രീ ഹീറ്റ്. ഓക്കെ, അത് ചെയ്യും. പവർ ഓൺ. അപ്പോൾ ഇത് പ്രീ ഹീറ്റഡ് ആകുന്ന സമയം 15 മിനിറ്റ്സ് സമയമുണ്ട് നമുക്ക്. ഇനി ഒരു പക്ഷേ നമ്മൾ 15 മിനിറ്റിൽ ജോലി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കൊടുക്കാം ആ സമയം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും പ്രീ ഹീറ്റഡ് അവനിലേക്ക് വെച്ചാൽ കൂടുതൽ നല്ലത്. ഇനി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വെണ്ണയൊക്കെ നോക്കൂ. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എടുത്ത് പുറത്തേക്ക് വയ്ക്കുക, ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് വരും. ഇത് അര. അപ്പോൾ നമുക്ക് 250 വേണ്ടത്, 250 ഗ്രാം. ഇത് 50 ഗ്രാം. ഇനി നമുക്ക് 2 കാര്യം 100 ഗ്രാംസ്, വീണ്ടും ഒരു 100, അങ്ങനെ മൊത്തം 250 ഗ്രാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ, ഇങ്ങനെ വെണ്ണ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പേപ്പറിലുണ്ടാവുമല്ലോ, ഈ പേപ്പർ വെച്ചിട്ട് കേക്ക് ടിന് ഇങ്ങനെ നന്നായിട്ട് തടവും. അപ്പോൾ ആ വെണ്ണ എല്ലാം അതിൽ പറ്റും. അപ്പോൾ പിന്നെ എണ്ണയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ വേസ്റ്റായി പോവില്ല. അങ്ങനെ തടവിയിട്ട് അതിൽ മൈദ ഡസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒട്ടും കളയാണ്ട് കംപ്ലീറ്റ് വെണ്ണയും എടുക്കും. ഇങ്ങനെയുള്ള സമയം സത്യം പറഞ്ഞാൽ ലക്ഷറിയാണ്. ഇപ്പോഴേ കയ്യിലൊക്കെ വെണ്ണ കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ കൈക്ക് ആഘോഷിക്കാനുള്ള കാര്യമായി. കുറച്ച് വെണ്ണയൊക്കെ തടവാൻ കിട്ടിയല്ലോ എക്സ്ട്രാ. ഓക്കെ, ഇനി എന്താണ്, ഇനി നമ്മൾ ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹാൻഡ് ബ്ലെൻഡർ, ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു തടിത്തവി കൊണ്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വലിയ ഒരുപാട് ബീറ്റിംഗ് ഇപ്പോൾ ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർക്കാം, 1.5 കപ്പ്. ഓക്കെ, എന്നിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി പറക്കും. ജസ്റ്റ് ഒരു മിക്സിങ്. ഓക്കെ, ഇനി ബീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ സ്ലോ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി പതുക്കെ സ്പീഡ് കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് വരണം. ആ വെണ്ണ പൊടിച്ച പഞ്ചസാര മിക്സഡ്, അതാണ് വേണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്ക്, മാർബിൾ കേക്കിൻ്റെ ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഏതാണ്ട് ഒരു പൗണ്ട് കേക്കിൻ്റെ ടൈപ്പ് ഓഫ് റെസിപ്പിയാണ്. പൗണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഹെവി കേക്കാണ്. ഒരു പൗണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പഞ്ചസാര, മുട്ട, മൈദ, പിന്നെന്താ അതിൻ്റെ ഫാറ്റ്, ബട്ടർ, ഈ കാര്യങ്ങളെല്ലാം ഒരേ അളവ്. അതായത് ഒരു പൗണ്ട് മുട്ടയാണെങ്കിൽ 1 പൗണ്ട് മൈദ, 1 പൗണ്ട് വെണ്ണ, ആ ഒരു രീതിയിൽ എല്ലാം 1 പൗണ്ട് കേക്കാണ്. അത് പണ്ടത്തെ
ബ്രിട്ടീഷ് കേക്കാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ, കുറേ നാളുകൾക്ക് മുമ്പേ ഉണ്ടായ ഒരു കേക്കാണ്. അതിൻ്റെ ഉത്ഭവം ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകണം. അതിൽ നിന്നാണ് ഉത്ഭവിച്ചത് പൗണ്ട് കേക്ക്. അപ്പോൾ ഇത് മെത്തേഡ് ഓഫ് മേക്കിംഗ് ഏതാണ്ട് ഒരു പൗണ്ട് കേക്കിൻ്റെയാണ്, പക്ഷേ പ്രൊപ്പോർഷനിൽ കുറച്ച് മാറ്റമുണ്ട്. നമ്മളെല്ലാം ഒരേ അളവിലല്ലല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരണം. ഏതാണ് വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കുടിക്കുക. അപ്പോൾ ഇത് ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ വിഷമിക്കരുത്, തടി കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. നോക്കൂ, ഇപ്പം വളരെ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയി. കളർ കണ്ടോ, ഒരു ലൈറ്റ് ക്രീമിഷ് കളർ. ഇനി ഇതിലേക്കാണ് നമ്മൾ 3 മുട്ട പൊട്ടിച്ച് ചേർക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, 3 മുട്ട 1 by 1 ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ഒരെണ്ണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതുമായിട്ട് നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വൺ ഓരോന്നോരോന്നായിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയും ഇതിനകത്തേക്ക് നന്നായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആകണം, നന്നായിട്ട് ചേർന്ന് മറിയണം. 3ാമത്തെ മുട്ട ലാസ്റ്റ്, തേർഡ് വൺ, യെസ്, അതും അതുപോലെ. ഇതിലേക്കാണ് നമ്മൾ മൈദാമാവും പിന്നെന്താ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് 3/4 മുതൽ 1 കപ്പ് വരെ ആകാം, എടുത്ത് വയ്ക്കുക ആവശ്യാനുസരണം. ആ മൈദയും കുറച്ച് പാലും കൂടി ഇടകലർത്തി നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ടൈറ്റാകും, നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പാലെടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് ചേർക്കാം. ഇനി ബാക്കി മൈദയും പാലും കൂടി ചേർക്കാം. പാൽ ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, നമ്മൾ 3/4 കപ്പ്, 1 കപ്പ് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചോളൂ, ഒരു 1.25 കപ്പ് വരെ എടുത്ത് വെച്ചോളൂ, ആവശ്യാനുസരണം ഒഴിക്കുക. ഇപ്പം ഞാൻ 3/4 കപ്പ് ഒഴിച്ചു, പിന്നെ ഇനി കുറച്ചുകൂടി വേണ്ടി വരും. നോക്കിക്കോളൂ. അപ്പോൾ ചെറിയ ലോ സ്പീഡ് മതി. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ ഒരു 1.5 കപ്പ് പാലെടുത്ത് വയ്ക്കുക, ആവശ്യാനുസരണം ഒഴിക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.25 കപ്പ് ആകുമ്പോഴത്തേക്ക് തന്നെ മതിയാകും. ഒരുപാട് റണ്ണി ആകണ്ട, നമുക്കിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്ന പാകം. ഇതേ കണ്ടല്ലോ, ബാറ്റർ റെഡി. ഒരുപാട് ഓവർ ടൈറ്റും അല്ല, നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നു. ഫ്ലഫിനെസ്സാണ് പ്രധാനം. നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കുമ്പോൾ, ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ പതഞ്ഞ് എടുക്കുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അങ്ങനെ ആ ബാറ്റർ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് കേക്ക് ബേക്ക് ആവുന്നതാണ്. നമ്മളുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ ശബ്ദം കേൾപ്പിച്ചു. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് ഞാൻ വെറുതെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 5 more minutes. ഒട്ടും കളയാനില്ല, ബാറ്ററൊന്നും നമുക്ക് ആവശ്യമാണ്. ഇനി ഈ ബാറ്ററിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കണം. 3ആയിട്ട് തരംതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം. ഒരെണ്ണം ഇതിനകത്ത്, പിന്നെ ഒരെണ്ണം ഇതിനകത്ത് തന്നെ ആക്കാം. ഓക്കെ, 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 3ആയിട്ട് ഭാഗം വെച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏകദേശം ഒരുപോലെയല്ലേ? വൈറ്റ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഏതിലെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഓക്കെ, ആയല്ലോ. ഇനി ഇതിൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കും. ഞാനിപ്പോൾ തവി കൊണ്ടാണ് യോജിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് മിക്സ്, ചോക്ലേറ്റ് ഫ്ലേവേർഡ്. അതിൽ ബ്രൗൺ കളർ കൊടുക്കാൻ പോകുന്നത് ഇതായിരിക്കും, മാർബിൾ കേക്കിൻ്റെ ചോക്ലേറ്റ് പാർട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നോക്കൂ, ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ആയില്ലേ കൊക്കോ പൗഡർ ചേർത്തപ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കി, അതിൽ നിന്നൊരു ഭാഗം 1/3 എടുത്തിട്ട് അതിൽ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററാക്കി.
അപ്പോൾ ഈ ബാറ്റർ റെഡി. ഇനി ഒരു കാര്യം എന്താണ്, സ്ട്രോബെറി കളർ കൊടുക്കാം ഒരു ഭാഗത്തിന്. ഓക്കെ, അത് പിങ്ക് കളർ. എൻ്റെ കളർ ബോക്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. കളർ ബോക്സിൽ നിന്നും പിങ്ക് എടുക്കാം. പൊട്ടിച്ചതാണ് നോക്കുന്നത്. യെസ്, ഇത് പൊട്ടിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് നോക്കിക്കോളൂ, പിങ്ക് കിട്ടാനായിട്ടുള്ള കളർ. അപ്പോൾ ബാറ്ററിൻ്റെ കളറ് മാറും. ഇത് പോരാ, ഇച്ചിരി കൂടെ വേണം. മാർബിൾ കേക്കിൻ്റെ സ്ട്രോബെറി കളർ റെഡി ആയിക്കൊണ്ടിരിക്കും. ഇത് വേറെ ബാറ്ററല്ല, നമ്മൾ ഉണ്ടാക്കിയ ബേസിക് ബാറ്ററാണ് ഇങ്ങനെ 3 കളറായിട്ട് മാറുന്നത്. വൈറ്റ്, പിങ്ക് ആൻഡ് ചോക്ലേറ്റ് കളർ. അങ്ങനെ സ്ട്രോബെറി കളേർഡ് പോർഷൻ റെഡി. ഓക്കെ, ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, വാനില, ഒന്നിൽ വാനില, ഒന്നിൽ ചോക്ലേറ്റ്. അപ്പോൾ 1 by 1 ഇടാം. ആദ്യം വാനിലയുടെ കുറച്ച് ടിന്നിലാദ്യം വാനില കുറച്ച്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചോക്ലേറ്റ്, അതിൻ്റെ അടുത്തായിട്ട് സ്ട്രോബെറി. ഓക്കെ, വീണ്ടും കുറച്ച് വാനില. നമുക്കിത് നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഏകദേശം അടയാളപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇനി നടുക്കും കൂടി വെക്കണ്ടേ, കുറച്ച് എല്ലാ കളേഴ്സും വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മാർബിൾ കേക്കിൻ്റെ 3 കളറിലെ ബാറ്ററും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ. ഏതാണ്ട് ഹാഫ് വേ ആയി, പകുതിയോളം ഉണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഇതിനൊരു മാർബിൾ ഡിസൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു സ്ക്യൂവറോ ഇതുപോലത്തെ ഒരു ചെറിയ ഇർക്കിലോ ഒരു നീളമുള്ളൊരു ടൂത്ത് പിക്ക് പോലത്തെ കാര്യം എടുത്തിട്ട് ഡീപ്പായിട്ട് താഴെ മുതൽ മുകൾ വരെ ഇങ്ങനെ വരയ്ക്കുക, ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർബിൾ ഡിസൈൻ മിക്സ് ആകണം. ഓക്കെ, കണ്ടല്ലോ. പക്ഷേ താഴെ വരെ പോകണം കേട്ടോ, ടിന്നിൻ്റെ ബോട്ടം. അതുപോലെ തിരിച്ച് ഇപ്പോൾ ഒരു ഫെദറാണ് ശരിക്കും പറഞ്ഞാൽ, ഫെദർ ഡിസൈനിലേക്കാണ് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതാണ് പാറ്റേൺ. അപ്പോൾ മൊത്തത്തിൽ ഒരു മാർബിൾ പോലെയൊക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സ് ആൻഡ് മാച്ച്, 3 കളറും ഇൻ്റർമിങ്കിൾ ചെയ്യാനുള്ള രീതിയിൽ മിക്സ് ചെയ്യും. ഇനി ഇത് നമ്മളൊന്ന് ടാപ്പ് ചെയ്യണം. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് മാറ്റണം. ഒരു 25 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ടാപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ചൂടായി കിടക്കുന്ന ഇലക്ട്രിക് ഓവനിലേക്ക് ഞാൻ മാറ്റുന്നു. ഇത് സ്ലോ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ആണ്. 160 ഡിഗ്രി ചൂടിലേക്ക് ഞാനിത് മാറ്റും. 200-ലല്ലേ ചൂടാക്കി, 160-ലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ വരെ, 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ബേക്കിംഗ് ടൈം നോക്കാം. നമുക്ക് വെച്ചിട്ട് ഇടയ്ക്കൊരു 1 മണിക്കൂറിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 50 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി കൊടുക്കാം. ഇനി മറ്റൊരു പ്രധാന പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് ബേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. നമ്മൾ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. നേരെ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റണം. ബാറ്റർ ഉണ്ടാക്കി കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഹീറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ നന്നാവണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. OTGയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സമയം ഞാൻ വീണ്ടും, അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് മാറ്റുന്നു. 200-ലാണ് പ്രീ ഹീറ്റ് ചെയ്തത്, 160-ലേക്ക് കൊണ്ടുപോവാണ്. ഇതിൽ കുറച്ച് ടെമ്പറേച്ചർ മതി. 160, എന്നിട്ട് ഒരു 60 മിനിറ്റ്സ്, 1 അവർ ഞാൻ സെറ്റ് ചെയ്യുവാണ്. ഒരു 50 മിനിറ്റ് ആകുമ്പോൾ ഞാൻ എന്തായാലും നോക്കും. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ്സ് കൊടുക്കും. പക്ഷേ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ബേക്കിംഗ് എന്ന് പറയുന്നത്, ഇടയ്ക്ക് ഇലക്ട്രിക് അവൻ ആണെങ്കിലും എന്താണെങ്കിലും, OTG ആണെങ്കിലും, മൈക്രോവേവ് കൺവെക്ഷൻ ആണെങ്കിലും, പാൻ ആണെങ്കിലും, കുക്കർ ആണെങ്കിലും, എന്താണെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. അത് ബേക്കിങ്ങിൻ്റെ ആ പ്രോസസ്സിൽ ആ ചൂടിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ആ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് കേക്ക് ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധവും ചെയ്യരുത്. തുറന്ന് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം 45 മിനിറ്റ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. 60 മിനിറ്റ് ആണെങ്കിൽ 50 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശമൊക്കെ കേക്ക് ആയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വളരെ അടുത്ത സമയത്ത് മാത്രമേ തുറക്കാവുള്ളൂ, ടുവേർഡ്സ് ദ എൻഡ്. അതിന് മുന്നേ ചെയ്തു. അപ്പോൾ ഞാനൊന്ന് ചെയ്യാൻ കൂടില്ല, ഞാനിത് ഒരു സസ്പെൻസിൽ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും
പോർഷൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, വിൽ വെയിറ്റ്. അപ്പോൾ ഇത് കുറേ ക്ലിയറിങ് ജോലിയുണ്ട്, ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഈ ഭാഗമൊക്കെ എന്ത് നീറ്റായിന്ന്, ഒരു കുഴപ്പമില്ലല്ലോ. നോക്കിയേ, പേപ്പർ ഞാൻ മാറ്റി. ഇനി ഈ വാഷിങ്ങിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേക്കിങ്ങിൻ്റെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതും വളരെ എന്താ പറയുക, ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ കുക്കിംഗ് പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന പോലെയല്ല. സാധാരണയായിട്ട് ബേക്കിംഗ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാം ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ 2 ടാപ്പ് ഉണ്ടാവും എന്തായാലും. കാര്യം ഈ ഒരു ബാറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ധാരാളമായിട്ട്, ഇപ്പോൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ വെണ്ണ, ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വാഷ് ചെയ്യാൻ സാധാരണ കോൾഡ് വാട്ടറിലൊന്നും പറ്റില്ല, തണുത്ത വെള്ളം. അപ്പോൾ ചൂടുവെള്ളം തന്നെ വേണം. അവിടെ എല്ലാം ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് പൈപ്പ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ പൈപ്പിൽ ചൂടുവെള്ളം വരുത്തിയിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ആദ്യം പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ്. പിന്നെ ആ ചൂടുവെള്ളത്തിൽ കുറച്ച് ഡിറ്റർജൻറ്റ് എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകുന്ന ഡിഷ് വാഷിംഗ് സോപ്പ് എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് വാഷ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ടാണിത് വാഷ് ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെ നമ്മൾ ശരിക്കും നല്ല ചൂടുവെള്ളമാണെങ്കിൽ ആ വെണ്ണയൊക്കെ നന്നായിട്ട് ഉരുകി പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ കുറേ കൂടി ഈസിയാണ്. കംപ്ലീറ്റ് ഫാറ്റാണ്. ആദ്യത്തെ ഒരു വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് വാട്ടർ ഇട്ടിട്ട് കഴുകും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 1 hour ആയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ 55 minutes കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു 50 minute ആയപ്പോൾ ഇങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ കുറച്ച് തുറന്ന് നോക്കി, ഒരല്പം. അപ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയി എന്ന് എനിക്ക് മനസ്സിലായി. ഓൾമോസ്റ്റ് ആയി, എടുക്കാം വേണമെങ്കിൽ. എങ്കിലും ആ ഒരു 5 minutes കൂടി 10 minutes കൂടി ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു എടുത്തിയാട്ടം വേണ്ട വിചാരിച്ചു. 1 hour വേണ്ടി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടൈമിംഗ് ഒന്നും തെറ്റിയില്ല. 160 തന്നെ ചെയ്യുക. സ്ലോ ആയിട്ടുള്ള ബേക്കിംഗ് ആണ്. അങ്ങനത്തെ കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ സെക്കൻഡ്സ് മാത്രം കുറച്ച്. അപ്പോൾ ഇപ്പോൾ ബെല്ലടിക്കും, അതിൻ്റെ ഒരു റിമൈൻഡർ സൗണ്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് പോയി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ഓഫ് ആണല്ലോ. ടൈമർ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് ഈസ് റെഡി. അങ്ങനെ നമ്മളുടെ മാർബിൾ കേക്ക് റെഡിയായി. ഒരു മാർബിൾ ഡിസൈൻ 3 കൂടി ചേർന്ന്. ഇച്ചിരി ചൂടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാലേ എനിക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാരറ്റീവ്ലി ഇതൊരു വലിയ കേക്കാണ്. ഇതൊരു 9 inch കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ സ്ലോ ബേക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞു. 160 മാത്രമേ ബേക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ 200 പ്രീ ഹീറ്റ് ചെയ്യണമെന്നില്ല. 180 പ്രീ ഹീറ്റ് ചെയ്തിട്ട് 160 ബേക്ക് ചെയ്യുക. 1 മണിക്കൂർ കൃത്യമായി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് വയ്ക്കുമ്പോൾ ഷെൽഫ് കറക്റ്റ് ആയിരിക്കണം. മുകളിലോട്ട് കയറ്റി വയ്ക്കുക. ഇത് കറക്റ്റ് മിഡിൽ ഷെൽഫ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ലോവർ ആയിട്ട് വെച്ചാലും തെറ്റില്ല. മുകളിലോട്ട് വയ്ക്കരുത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ വലിയ കേക്ക്സൊക്കെ വരുമ്പോൾ ചിലർ പറയും അത് ക്രാക്കായി ഇങ്ങനെ വെടിച്ച് പോകണു എന്നൊക്കെ പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റാക്ക് മാറി മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് വന്നിട്ട് മുകളിൽ ഭാഗത്ത് നന്നായിട്ട് ചൂട് കയറിയിട്ട് ആ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും. മുകൾ ഭാഗം അങ്ങ് സെറ്റാകും. പിന്നെ താഴെ നിന്ന് സ്ലോ ആയിട്ട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ നിന്നുള്ള പ്രഷർ, താഴെ നിന്ന് ആ ബേക്കിങ്ങിൻ്റെ ആ പ്രഷർ മുകളിലേക്ക് വന്നിട്ട് ആ സെറ്റായിരിക്കുന്ന ആ ടോപ്പ് ലെയർ ഇങ്ങനെ കുറച്ച് ക്രാക്ക് ചെയ്യും. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, കറക്റ്റ് ലെവലിൽ വയ്ക്കുക. ഒരുപാട് മുകളിലോട്ട് കയറ്റി വയ്ക്കരുത് റാക്ക്. കുറച്ച് മിഡിൽ അല്ലെങ്കിൽ ലോവർ റാക്ക്. എനിക്ക് തോന്നുന്നു ലോവർ റാക്ക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാണ് ഒരു ഐഡിയ. പിന്നെ ഒരിക്കലും ചൂട് കൂടുതൽ വയ്ക്കരുത്. 160 സ്ലോ ആയിട്ടുള്ള ബേക്കിംഗ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ബേക്ക് ചെയ്ത്. ഇപ്പോൾ ഏതാണ്ട് 2 കിലോ ഉള്ളൊരു കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 കിലോ. പിന്നെ ഐസിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിന് പറ്റിയത് ബട്ടർ ഐസിംഗ് ആയിരിക്കും നല്ലത്. ബട്ടർ ഐസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെണ്ണയും ഐസിങ് ഷുഗറും കുറച്ച് പാലും നന്നായി ഫ്ലഫി ആയിട്ട് എടുത്തിട്ട് നല്ലൊരു, പക്ഷെ നല്ല തണുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് വയ്ക്കുക. അത്രേ ഉള്ളൂ. ഒരു ലൈറ്റ് പിങ്ക് കളർ വേണമെങ്കിൽ കൊടുത്തുള്ളൂ. ഒരു ലൈറ്റ് പിങ്ക് ബട്ടർ ഐസിങ് ആയിട്ട്, പിങ്ക് ഫ്രോസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാനൊന്ന് തണുക്കാനായിട്ട് കുറച്ച് അല്പസമയം വെയിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനൊന്ന് ഡീമോൾഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ കട്ട് ചെയ്യുമ്പോൾ. 3 കളറല്ലേ. അപ്പോൾ നമ്മളുടെ കേക്ക്, മാർബിൾ കേക്കിനെ തണുക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓൾമോസ്റ്റ് തണുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. 100% തണുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇച്ചിരി നന്നായിട്ട് തണുത്തിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ, ഡീമോൾഡ് ചെയ്യാവുള്ളൂ. ഞാൻ എന്തായാലും ഒരു ഹൈ റിസ്ക്കാണ്, എങ്കിലും കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. കണ്ടല്ലോ,
അങ്ങനെ നമ്മളുടെ മാർബിൾ കേക്ക് ട്രൈ കളർ, സ്ട്രോബെറി, ചോക്ലേറ്റ് ആൻഡ് വാനില കളേഴ്സ്. ഇതിപ്പോൾ നമ്മൾ അടിയിൽ ബേസിൽ വെച്ചിരുന്ന പേപ്പറാണ്, അത് മാത്രം ഇനി എടുത്ത് മാറ്റിയാൽ മതി, പീൽ ഓഫ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സാവധാനം പീൽ ഓഫ് ചെയ്യാം. വെരി കളർഫുൾ. അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള മാർബിൾ കേക്ക്, ട്രൈ കളർ മാർബിൾ കേക്ക് റെഡി. നോക്കൂ, ആഹാ, എനിക്ക് വലിയ സന്തോഷമായി. കാണാൻ എന്ത് ഭംഗിയെന്നു, ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് സന്തോഷം. നോക്കൂ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ നല്ല ബ്യൂട്ടിഫുൾ കേക്ക് കണ്ടിട്ട്? ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ അതൊരു സക്സസ് ആകുമ്പോൾ, അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് വരുമ്പോൾ, നമ്മൾ വിചാരിച്ച രീതിയിൽ വരുമ്പോൾ അതൊരു സന്തോഷമില്ലേ? ഇതൊക്കെ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അതൊരുപാട് എന്താ പറയുക, മുഖത്തൊരു ചിരി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി വരുത്തും. സീരിയസ്, ഇത് ഇച്ചിരി ഹോട്ടാണേ, കംപ്ലീറ്റ്ലി കോൾഡാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർബിൾ കേക്ക് ട്രൈ കളർ, 3 കളറിലെ മാർബിൾ കേക്ക്. നല്ല സോഫ്റ്റ്, സ്പഞ്ചി, ഫ്ലഫി എല്ലാം ആണ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ചെയ്യാൻ പറ്റുന്നത് തിരിച്ചു വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പ്ലേറ്റ്സിൽ സെർവ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇതൊരു ബിഗ് കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രോസ്റ്റിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ലെവലായിരിക്കുമല്ലോ. ബാക്ക് സൈഡ് നല്ല ലെവലാണ്, ഫ്രണ്ട് സൈഡ് അത്രയും ലെവലായിരിക്കില്ല. ഇനി അഥവാ ഒരല്പം ലെവൽ കുറവാണെങ്കിൽ മോൾ ഭാഗത്ത് ഇച്ചിരി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നത്. ലെവൽ ചെയ്തിട്ടേ കൊടുക്കാവുള്ളൂ. പക്ഷേ ഈ കേക്കിനെ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലെവലാണ് ബേസ്. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ആണെങ്കിൽ വെണ്ണയും, ഒരു 100 ഗ്രാം വെണ്ണയും, ഒരു 2 കപ്പ് ഐസിങ് ഷുഗറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലൊരല്പം 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ പാലൊഴിച്ചിട്ട് അതിനൊരു ടെക്സ്ചർ, ഒരു ഫ്ലഫി ആക്കി എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ലെയർ കിട്ടും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. പിങ്ക് കളറും കൂടി കൊടുക്കുക. ഓക്കെ, എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, കേക്കിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിക്കോളൂ. കണ്ടോ, ഇങ്ങനെ വരുന്നത് 3 കളറും ഇങ്ങനെ മിങ്കിൾ ചെയ്ത് വരും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയത് കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഒരു ടേസ്റ്റ്. സാധാരണ ഞാൻ കൊടുക്കുന്ന ബേക്കിംഗ് പൗഡർ ഒരു 2.5 ടീസ്പൂണേ കൊടുക്കാറുള്ളൂ, ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മാവിന്. ഇത് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ വരെ കൊടുത്തു. കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ഇതായിട്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്തായാലും സന്തോഷം. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് എന്താ പറയുക, ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.